സർ, ദയവ് ചെയ്ത് ഞങ്ങൾ പറയുന്നതൊന്ന് വിശ്വസിക്കണം. ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിന്റെ വണ്ടി വിളിച്ചോണ്ട് പോയതിൽ പിന്നെ ഞങ്ങൾ അവനെ കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് ഏറ്റവും അധികം ഓട്ടം കിട്ടുന്നത് മിസ്റ്റർ സാദിഖിനാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അവനോട് പകയും അസൂയയും. അവനെ ഇല്ലായ്മ ചെയ്യേണ്ടത് നിങ്ങളുടെ ആവശ്യമായിരിക്കെ എനിക്കറിയേണ്ടത് 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. ഒന്ന്, എങ്ങനെയാണ് നിങ്ങൾ സാദിഖിനെ കൈകാര്യം ചെയ്തത്? 2, നിങ്ങൾ 3 പേരെ കൂടാതെ എത്ര പേർ ഈ കാടിലേക്ക് കൂട്ടുനിന്നു? സർ, ഞങ്ങൾക്ക് അവനോട് അസൂയുണ്ട് എന്നുള്ളത് ശരി തന്നെയാണ്. പക്ഷേ അതൊരു തെറ്റായ രീതിയിലല്ല സാർ. ഏതർത്ഥത്തിലും സാദിഖ് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവനാണ്. ഞങ്ങൾക്ക് അവനെ വളരെ ഇഷ്ടവുമാണ്. തെറ്റായ രീതിയിലല്ലാത്ത അസൂയ കൊള്ളാം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ വിശ്വസിച്ചു എന്ന് തെറ്റിദ്ധരിക്കണ്ട. തൽക്കാലം നിങ്ങൾക്ക് പോകാം. പക്ഷേ യാതൊരു കാരണവശാലും ഈ സ്റ്റേഷന്റെ പരിധി വിട്ടു പോകാൻ പാടില്ല. എപ്പോൾ വിളിച്ചാലും ഈ സ്റ്റേഷനിൽ ഹാജരായിക്കൊള്ളണം. മനസ്സിലായോടോ? ശരി സാർ. പോയിക്കോ. പിന്നെ ഇന്നലെ 9 മണിക്ക് ഒരു പാർട്ടി വന്ന് സാദിഖിന്റെ വണ്ടി വിളിച്ചു എന്ന് പറഞ്ഞല്ലോ. ആരായിരുന്നു ആ പാർട്ടി? പുതിയ പുരക്കൽ കുഞ്ഞാലി. പോയിക്കോ. സർ, 2 പേർ കാണാൻ വന്നിരിക്കുന്നു. അവർക്ക് സാറിനോട് എന്തോ നേരിട്ട് പറയാനുണ്ട്. വരാൻ പറയൂ. നമസ്കാരം സർ. ഇരിക്കൂ. യെസ്, എന്താ നിങ്ങളുടെ പരാതി? സാർ, മെനിയാന്ന് കാണാതായ സാദിഖിനെ കുറിച്ച് ഇവന് ചിലത് പറയാനുണ്ടെന്ന്. പറയൂ. എന്റെ ഒരു ബന്ധുവിന്റെ മരണവാർത്ത അറിഞ്ഞ് ഞാൻ രാവിലെ കൽപ്പറ്റയിലേക്ക് പോയതായിരുന്നു. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് മടങ്ങി വരുമ്പോ ഞാൻ ഒരുപാട് വൈകി. അടിവാരത്തെത്തിയപ്പോൾ സാദിഖിന്റെ ജീപ്പ് കണ്ട പോലെ തോന്നി. ഞാൻ ബൈക്ക് തിരിച്ചു. സാദിഖ് തന്നെയായിരുന്നു അത്. ഈ വിവരം നിങ്ങൾ എന്തുകൊണ്ട് ഇതുവരെ സ്റ്റേഷനിൽ അറിയിച്ചില്ല? ഞങ്ങൾ പിരിഞ്ഞതിന് ശേഷം ഞാൻ ഭാര്യ വീട്ടിലേക്കാണ് പോയത്. ഇന്നലെ രാത്രിയാണ് തിരിച്ചു വന്നത്. അപ്പോഴാണ് സാദിഖ് 2 ദിവസമായി മടങ്ങി വന്നിട്ടെന്ന് അറിയുന്നത്. മുരളി, നിങ്ങൾ തന്ന ഈ ഇൻഫർമേഷൻ ഒരു വഴിത്തിരിവായേക്കും. നിങ്ങളുടെ സഹായം ഇനിയും ആവശ്യമായി വന്നേക്കും. തീർച്ചയായും സാർ. തൽക്കാലം ഇത് വളരെ രഹസ്യമാക്കി വെക്കണം. എന്നാലേ പ്രതികൾ നിരീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. മുരളി, ഇവർ തരുന്ന അഡ്രസ് വാങ്ങി കക്ഷികളെ വളരെ രഹസ്യമായി നിരീക്ഷിക്കണം. മഫ്തിയിൽ മതി. ആർക്കൊരു സംശയം ഉണ്ടാവരുത്. പിന്നെ ആ കക്ഷികളുടെ അടുത്ത എക്സ്ക്യൂസ് മീ. ഹലോ, ഇൻസ്പെക്ടർ പ്രതാപ് ഹിയർ. പറയൂ. മൈ ഗോഡ്. ഓക്കെ, ഞാൻ ഉടനെത്തും. അല്ല, ഇതാ പുറപ്പെട്ടു കഴിഞ്ഞു. ഐ എം സോറി മൈ ഫ്രണ്ട്സ്. നിങ്ങൾ ഭയപ്പെട്ട് സംഭവിച്ചെന്ന് തോന്നുന്നു. വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചത്. ചുരത്തിന്റെ 6ാം വളവിന് താഴെ ഒരു ഡെഡ് ബോഡി കണ്ടെന്ന്. തേനെടുക്കാൻ വന്ന ആദിവാസികളാണ് ആദ്യം കണ്ടത്. സാർ, ആളാരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? യെസ്, കീശയിൽ ലൈസൻസ് ഉണ്ടായിരുന്നു. സാർ,
ആരുടെയാ? മിസ്റ്റർ സാദിഖ് സൺ ഓഫ്